ഉള്ളം തകർന്നിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉന്നതനാനന്ദനേ ഉണ്ടെനിക്കാശ്രയം നീ ഉന്നതനാനന്ദനേ ഉണ്ടെനിക്കാശ്രയം നീ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 56 സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളുടെയൊക്കെ ജീവിതത്തിൽ ഭയപ്പെടുന്ന നാളുണ്ട്, കരയുന്ന നാളുണ്ട്, ചിരിക്കുന്ന നാളുണ്ട്, സങ്കടം അനുഭവിക്കുന്ന നാളുണ്ട്, സന്തോഷിക്കുന്ന നാളുണ്ട്, ഞെരുക്കത്തിൻ്റെ നാളുണ്ട്, സമൃദ്ധിയുടെ നാളുണ്ട്. ഏത് കാലത്തും എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക്, ദൈവമക്കളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുമ്പോഴും ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്ന പറഞ്ഞേ അമേൻ. ഏറ്റവും വലിയൊരു സങ്കേതമാണ് ദൈവമക്കളെ നമ്മുടെ കർത്താവ് നമുക്ക്. ആ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് ഇപ്പോൾ എന്തിനെ ചൊല്ലിയ മാനസികമായി ഭയപ്പെട്ടിരിക്കുന്നത്, തളർന്നിരിക്കുന്നത്, ആ വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഈ ദൈവവചനം നമുക്ക് എത്ര അനുഗ്രഹം ദൈവമക്കളെ. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നത്. ആമേൻ. ഒത്തിരി സങ്കടത്തിലിരിക്കുമ്പോൾ ഒരു തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനം കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ തന്നെയല്ലേ നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ടി വിയിലാണെങ്കിലും ഏത് മാധ്യമ ഭാഗങ്ങളിലൂടെ ഒരു വചനം നമ്മൾ കേൾക്കാനിടയായാൽ സ്തോത്രം, ഏത് അഭിഷക്തന്മാരായിരിക്കട്ടെ ആരായിരിക്കട്ടെ, ദൈവത്തിൻ്റെ അല്ല വചനം. ആ വചനം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നല്ലേ ഈ വചനം ഇന്ന് എന്നോടാ പറഞ്ഞ്, എനിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അതേ ദൈവമക്കളെ, വചനം ജീവിക്കുന്നതാണ്, വചനം ജീവിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഗ്ലോറി. സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഓടിച്ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പക്ഷത്ത് വന്ന തെറ്റ് നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവമക്കളെ എന്നേക്കുമായിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ മടങ്ങി വന്നാൽ ആ കരം നമ്മളെ ചുറ്റിപ്പിടിക്കും. ആ കരങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനുള്ള ശത്രുക്കളോ ഈ ലോകത്തൊരു ശക്തിയോ ഉണ്ടാകത്തില്ല. അവേ ഹല്ലേലൂയ. അതെ, നമുക്ക് ആ വിരിച്ച ചിറക് നമുക്ക് വേണ്ടി ഒരു സങ്കേതമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളുടെ അനുഭവമാണ്. കഷ്ടത വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, വേദന വരുമ്പോൾ ഓടിച്ചെല്ലുക, മുഴങ്കാലം മടക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്, സകല ജാതികൾക്കും ദൈവമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മുഖവശമില്ലാത്ത ദൈവമാണ് എൻ്റെ കർത്താവ്. നമ്മുടെ വേദന അറിയുന്ന ദൈവമാണ്, നമ്മുടെ വേദനയെ മാറ്റി സമാധാനം തരുന്ന ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു വിശ്വാസം. ദൈവമക്കളെന്ന് ഓർത്തു നോക്കി. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചെന്ന വചനം, ഫെലിസ്ത്യരുടെ മുമ്പിൽ ആത്മാവിൽ ബലപ്പെട്ടു നിന്നുകൊണ്ട് ദൈവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നൊരു ബലമുണ്ട്, ശക്തിയുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം അത്രേ. ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ശത്രുക്കൾ മുന്നിൽ വരുമ്പോൾ തന്നെ കണ്ടോ, ദൈവത്തിൻ്റെ സന്നിധി ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ, ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ വന്നില്ലേ, ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ തോറ്റുപോയില്ലേ, ഇവർ നമ്മളെ തകർക്കുകയില്ലേ. ഇതൊന്നും ദൈവമക്കളെ നമ്മൾ പറയണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആത്മാർത്ഥമായൊരു ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നതെങ്കിൽ പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടാകുമ്പോഴും ആമേൻ, മാറാത്തവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് വേണ്ടി പറയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അത് വിശ്വാസത്തോടെ എത്ര മഹാകഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിനും മതിയായവനാണെന്ന് പറയാൻ മനസ്സ് നമുക്കുണ്ടാവട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അതേ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു.
എൻ്റെ കർത്താവെ, ദാവീദ് രാജാവ് ഇവിടെ പറയുമ്പോൾ അമ്മേ സ്തോത്രം, എല്ലാ കാലത്തും ഞങ്ങൾ എൻ്റെ കർത്താവിനെ ആശ്രയിപ്പാൻ, കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. മുൻപോട്ടുള്ള ജീവിതത്തിലും എൻ്റെ കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉള്ളതോർത്ത് സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മക്കൾക്ക്, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾക്ക്, ദൈവമക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്രകാരം വിശ്വസിക്കുന്ന മക്കളെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തണമേ. നിൻ്റെ മക്കൾ എന്തിനെ ചൊല്ലി ഭാരപ്പെടുന്നുവോ, ഭയപ്പെട്ടിരിക്കുന്നുവോ, അതിൻ്റെ മുൻപിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, ഇന്ന് നിൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണേ അപ്പാ. എൻ്റെ ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തോട് ദൈവം മനസ്സറിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.